നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിവരാശപരമായി ഞാൻ ഒളിപ്പിക്കുന്ന കൊണ്ടൊരു കണ്ണാസ് തന്നിട്ടുണ്ടായിരുന്നു. അതിന് അതിന്റെ കോപ്പി അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് മുനിസിപ്പാലിറ്റിയുടെ റൂം, വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ്. വിളിച്ചിട്ട് കണ്ടില്ലെങ്കിൽ ഒളിച്ചത് ലക്ഷണം എന്ന് പറഞ്ഞ പോലെയാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ ഓഫീസ് കാര്യങ്ങൾ. നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന പ്രസ് ക്ലബിന് സൗജന്യമായി മുറി അനുവദിച്ചത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രസ് ഫോറം സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനുമായ റോയ് ചിറ്റിൽപ്പള്ളി നൽകിയ പരാതിയിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം ആരംഭിച്ചതോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾക്ക് സ്ഥാനചലനവും ഒളിച്ചുകളിയും തുടങ്ങിയത്. റോയ് നൽകിയ പരാതിയിൽ സംസ്ഥാന നഗരസഭാ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ സജി തോമസിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി നഗരസഭാ കാര്യാലയത്തിൽ രാവിലെ മുതൽ വൈകിട്ട് 5 വരെ ഫയലുകൾ പരിശോധിച്ചിരുന്നു. എന്നാൽ പ്രസ് ക്ലബിന്റെ ഫയലുകൾ കാണാനില്ലെന്നാണ് നഗരസഭ അധികൃതർ അറിയിച്ചത്. പതിവ് പോലെ നഗരസഭാ സെക്രട്ടറി കാര്യാലയത്തിൽ ഉണ്ടായിരുന്നില്ല. 2022 ഒക്ടോബർ 2 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവും വിവരാവകാശ നിയമപ്രകാരം നഗരസഭ മറുപടി നൽകിയതും അന്വേഷണ സംഘം പരിശോധിച്ചു. 2 ആഴ്ചയ്ക്കകം വീണ്ടും വരുമെന്ന് നഗരസഭ ഉദ്യോഗസ്ഥരോട് അറിയിച്ചു. അന്വേഷണ സംഘം തിരിച്ചുപോയി. പരാതിക്കാരൻ റോയിയുടെ മൊഴി രേഖപ്പെടുത്താനായി അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നുവെന്ന് പ്രസ് ഫോറം സെക്രട്ടറി റോയ് ചിറ്റിലപ്പള്ളി അറിയിച്ചു. എടാ കറണ്ട് പോയിടെ കത്തിക്കട കത്തിക്ക്. വീണ്ടും കറണ്ട് പോയി. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു. ഇനി മെഴുകുതിരിയും വിളക്കും വിശറിയും വേണ്ട. 34 വർഷത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞ എന്റെ വിശ്വാസമാണ് ഗ്യാസ് ബാറ്ററിയും ഇൻവെർട്ടറും. നിങ്ങൾക്കും വിശ്വസിക്കാം.